ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റ് കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് കുൽഫി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുൽഫി ആട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ കൂടിയിട്ടും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്വാദാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഈ ഒരു റെസിപ്പി ചെയ്ത് കാണത്തില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ, 1/2 ലിറ്റർ പാല്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അത് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്താലും നല്ല കുൽഫി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, ഒരു പ്രത്യേക രുചിയാണ് ഈ ഒരു കുൽഫിക്ക് കേട്ടോ. എന്തായാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ഏതാണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്കിതിലേക്ക് വരും. യഥാർത്ഥമായിട്ടുള്ള കുൽഫിയുടെ റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്നും ഞാൻ ഊഹിച്ചെടുത്ത് ചെയ്യുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പം ആ ഒരു റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ പൊടി നമ്മൾ ഇപ്പം മിക്സിയിലിട്ട് ഇത് അടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് നേരെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നല്ലപോലെ തിളച്ച് വരണം. തിളച്ച് വരുന്ന ഉടനെ നിങ്ങൾ തീ ഓഫ് ആക്കേണ്ട, കാരണം നമ്മുടെ കോൺഫ്ലോറും നമ്മുടെ കസ്റ്റാർഡ് പൗഡറും ഒന്ന് വെന്ത് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പച്ച ചുവപ്പ് മാറി കിട്ടുക. അപ്പോൾ 1 മിനിറ്റോളം തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം 1 മിനിറ്റോളം തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫാനിൻ്റെ താഴേക്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ ചൂടാറിയിട്ട് കിട്ടിക്കോളും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നവരെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ 1-2 മിനിറ്റ് സമയം എടുത്ത് തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് എടുക്കാം. ഇനി ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ കുൽഫിയുടെ മോൾഡിലേക്ക് ഒഴിക്കുകയാണ്. കുൽഫി മോൾഡ് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിൽ തന്നെ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ 2-3 റെസിപ്പി ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതൊക്കെ കുൽഫി മോൾഡ് ഇല്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ സ്റ്റിക്ക് നമുക്ക് ഓൺലൈൻ വഴി മേടിക്കാൻ കിട്ടും കേട്ടോ, 30 പീസായിട്ട്. പിന്നെ ഞാൻ കുൽഫി മോൾഡ് ഇല്ലാത്തവർ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇതുപോലെ ഒരു വട്ടപാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ഇതുപോലെ സ്റ്റിക്കൊക്കെ വെക്കാം. എന്നിട്ട് ഇത് നേരെ ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഞാൻ ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. ഓവർനൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ ഫ്രീസ് ആക്കിയിട്ട് ഒരു 7-8 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക സെറ്റായോന്ന്. സെറ്റായെന്ന് കണ്ടാൽ മാത്രം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി. അപ്പോൾ സെറ്റായതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ 1 കപ്പ് ചോക്ലേറ്റും 2 ടേബിൾ സ്പൂൺ ഓയിലുമാണ് എടുത്തത്. ഓയിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇതിൽ പിടിച്ച് കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഐസ്ക്രീം കമ്പനിയിൽ ഒരുപാട് നാൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ കണ്ടതാണ് ചോക്ലേറ്റും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സാധാരണ ഈ നമ്മുടെ ചോക്കോബാറൊക്കെ റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചത്. നമുക്ക് വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ, സൺഫ്ലവർ ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക്. ഇനി നമുക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പൂണ്, ഈ ബൗളിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ട് വരത്തില്ല. ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ആണ്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കുൽഫി ഞാൻ പുറത്തെടുത്തിട്ട് ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് ഒരുപാട് ടൈം വെക്കണ്ട കേട്ടോ. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് മെല്ലെ ഈ സ്റ്റിക്കിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇതൊന്ന് കറക്കി കൊടുക്കുക. കറക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇളകി ഉണ്ടെങ്കിൽ കറക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്ന് കറക്കി നോക്കുക സ്റ്റിക്ക് വെച്ചിട്ട്. അതേ ആയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ആവുമ്പോഴേ നിങ്ങളിത് പുറത്തെടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ സ്റ്റിക്ക് മാത്രം കയ്യിൽ വന്നിട്ടിരിക്കും.
കുൽഫിക്കും. അപ്പോൾ അതേ നമ്മളെ സൂപ്പറായിട്ടുള്ള കുൽഫി റെഡിയായി. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. ഈ ചോക്ലേറ്റ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചോക്ലേറ്റ് കുൽഫി ഉണ്ടാക്കുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യണം. ഈ ചോക്ലേറ്റ് കംപ്ലീറ്റ് ചൂടാറിയതാണ്. കണ്ടോ, ഇതുപോലെ അങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റായിട്ട് ഇതിലങ്ങ് പിടിച്ചങ്ങിരുന്നോളും. ആ തണുപ്പ് തട്ടി തന്നെ പെട്ടെന്ന് അങ്ങ് ഇതിലേക്ക് അങ്ങ് പിടിച്ചോളും. ഇതിൻ്റെ മുകളിലേക്ക് ഈ ചോക്ലേറ്റ് പിടിക്കുന്നതിന് മുന്നേ ആയി ഇതുപോലെ ഞാൻ കുറച്ച് കാഷ്യൂനട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്താൽ പിടിച്ചിരിക്കും ഇതിൽ. കണ്ടോ, സെറ്റായിട്ടുണ്ട്. സെറ്റ് ആയതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. പിന്നെ നമ്മൾ കുൽഫി മോൾഡ് അല്ലാതെ വെച്ചില്ല, അത് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നേരത്തെ വെച്ച പോലെ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഇതുപോലെ അങ്ങ് വിട്ട് കിട്ടും. ഇതിൻ്റെ മുകളിൽ ഏലക്കയുടെ പൊടിയാട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. ഈ സൈഡ് കട്ട് ചെയ്യാൻ പറ്റാത്തത് അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നു കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കടയിലൊക്കെ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. കട്ട് ചെയ്ത് കഴിച്ചിട്ടുള്ളവരുണ്ടോ കുൽഫി പുറത്തുനിന്ന്? ഒരു പ്രത്യേക രുചിയായിട്ടല്ലേ. ആ ഒരു ഏകദേശ ടേസ്റ്റൊക്കെ ആട്ടോ ഈ ഒരു കുൽഫിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇത് ഇഷ്ടമാവും. അത്ര ടേസ്റ്റി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.